ബാലൻ ബോയ്സ് സന്തോഷമായി കണ്ടപ്പോൾ. ഇദ്ദേഹത്തിനെ കാണലില്ല, വളരെ കുറവാണ്. അതായത് ട്രെയിലർ കണ്ടപ്പോൾ തൊട്ട് ഞാൻ തുടങ്ങാൻ സംസാരിക്കണമെന്ന് വെച്ചൊരു കാര്യം എന്ന് വെച്ചെങ്കിൽ, ഈ ഒരു മഞ്ഞുമ്മൽ ബോയ്സ് എന്നൊരു സിനിമയിൽ നിന്ന് അത് ഭയങ്കര ഒരു സർവൈവൽ സ്റ്റോറി, ഫ്രണ്ട്ഷിപ്പ്, അതിൽ നിന്നും ഇതൊരു ഇമോഷണൽ ഒരു ജേണിയാണ്, കുറച്ചുകൂടി ഇൻറ്റിമേറ്റ് ആണ്. ഇത് തന്നെ പറയണം കഥ എന്ന് തോന്നാനുള്ള കാരണം എന്തായിരുന്നു ചിദംബരം? ഞാൻ എല്ലാവരും പറഞ്ഞോട്ടെ, ബാലൻ വാസ് നെവർ ലൈക്ക് പ്ലാനിലേ ഇല്ലായിരുന്ന ഒരു പടമായിരുന്നു. മഞ്ഞുമല കഴിഞ്ഞ് എന്ത് ചെയ്യണം, ലൈക്ക് വലിയ പടം ബോളിവുഡ് കോളിംഗ് ആയിരുന്നു, അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു എൻ്റെ ഇടയിൽ. അപ്പം ലൈക്ക് ടു ബി ഓണസ്റ്റ്, ലൈക്ക് ഐ ഗോട്ട് ക്വൈറ്റ് ലോസ്റ്റ് ഇൻ ദ പ്രോസസ് ഓൾസോ. ലൈക്ക് അത് ചെയ്യണം വലുതാക്കണം. അപ്പോഴാണ് എന്നെ സജിൻ ഗോപു എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ലൈക്ക് ജിത്തു ആസ് എ സ്റ്റോറി. അപ്പൊ അങ്ങനെ ഒന്ന് ജിത്തുവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കഥ കേട്ടപ്പോഴാണ് ലൈക്ക് ദർ ഇസ് എ ബിഗ് ഫിലിം ഇൻ ഇറ്റ് എന്നുള്ളത്. കഥ ചെറുതാണ്, അതിന്റെ സ്കോപ്പും അതിന്റെ സെറ്റിംഗ് എല്ലാം ചെറുതാണെങ്കിൽ ദർ ഇസ് എ ബിഗ് ഫിലിം ഇൻ ഇറ്റ് എന്നുള്ളത് എനിക്ക് അത് കേട്ടപ്പോഴേ എനിക്ക് തോന്നി. സോ ദാറ്റ്സ് ഹൗ ബാലൻ ഹാപ്പൻഡ്. ആൻഡ് ഇതൊരു സർവൈവലാണ്, ലൈക്ക് ബട്ട് വെരി ട്രൂ ടു ലൈക്ക് ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് എവറിങ്. And I think it was a tougher film to make than Manjumal Boys. Manjumal Boys നമുക്ക് have a ഒരു spectacle ഒരു advantage ഉണ്ടായിരുന്നു. The camera is very close to you and like it is very personal. So it is also a new thing for me also. Yeah. സുഷിൻ വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും മഞ്ഞുമൽ ബോയ്സിലുള്ള ഒരു ക്രിയേറ്റീവ് ഒരു ഭയങ്കര ഹൈയിൽ നിൽക്കുമ്പോൾ ബാലനിലേക്ക് എത്തുമ്പോൾ എവിടെ നിന്നായിരുന്നു നിങ്ങളുടെ കോൺവെർസേഷൻസ് തുടങ്ങുന്നത് രണ്ടുപേരുടെയും? അടുത്ത എന്താ ചെയ്യുന്നുള്ള കോൺവെർസേഷൻ തന്നെയായിരുന്നു. അപ്പം ഇങ്ങനെ ബാലന്റെ ഐഡിയ പറഞ്ഞു. വേറെ ഒന്നും ഐഡിയ ഒന്നും പറഞ്ഞിട്ടില്ല. ആക്ച്വലി ബാലൻ തന്നെയാണ് നെക്സ്റ്റ് മഞ്ഞുമൽ കഴിഞ്ഞിട്ട് പറഞ്ഞൊരു ഐഡിയ. ഞാൻ കുറെ ന്യൂസ് കേട്ടിട്ടുണ്ട്, അദ്ദേഹം ബോളിവുഡ് പോവാണ്, അത് പുള്ളിയുടെ ഒരു ജേണി. പക്ഷേ ബാലനാണ് എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്ത സ്റ്റോറി. അപ്പം ബാലൻ പിടിക്കാം, ചെറിയൊരു പരിപാടിയാന്നുള്ളത് ഞാൻ മറ്റേ കഴിഞ്ഞ കൊല്ലം മറ്റേ മോന്റെ പടത്തിന്റെ ഇതിന് കാണുമ്പോൾ ചെറിയൊരു പടാ, കുറെ പുതുമുഖ ആൾക്കാരെ വെച്ചാൽ, പക്ഷെ ഇത് കാണുമ്പോൾ അത് ചെറുതല്ല എന്ന് എനിക്ക് തോന്നി. ഈ ജേർണിയിൽ എങ്ങനെയായിരുന്നു? വാട്ട് വാസ് ഇറ്റ് ഡിഫറെന്റ്? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും ഒരു ഹെൽത്തിയർ ഒരു കോമ്പിനേഷനിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ജേർണിയിലേക്ക് വാട്ട് വാസ് യുവർ ടേക്ക് ഫസ്റ്റ്? കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു ഇതിന്റെ സ്കോർ. ഇത് പല ടൈപ്പ് ഇമോഷൻസ് ഉണ്ട്. അപ്പം എന്ത് ഇമോഷനാണ് നമ്മളിത് പിടിക്കേണ്ടതെന്നുള്ളത്, ഭയങ്കര റിയൽ ഇമോഷനാണോ അതോ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഒരു അണ്ടർലൈൻഡ് ഇമോഷനാണോ? അപ്പം അത് പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അത് പടം കാണുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ അകത്ത് അങ്ങനെ അത് പറഞ്ഞുതരാൻ അറിയില്ല. ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പടത്തിൽ. എന്റെ വയലിനൊക്കെ എടുത്ത് വെച്ചു നമുക്ക് ആൾക്കാരെ അപ്പം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ, ആ കുട്ടിയുടെ കണ്ണ് കാണിക്കുമ്പോ തന്നെ കണ്ടറിഞ്ഞൂടെ എന്ന് പറയുമ്പോ നമ്മളെ വിഷമിപ്പിച്ചു. അതാണ് ഈ മറ്റേ ഇതില് ഈ സിനിമ ചെയ്യുമ്പോഴേ കൊച്ചു കുട്ടിയാണല്ലോ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ സാധാരണ ചെയ്യുമ്പോൾ നമുക്കറിയാം സിനിമകളിൽ കാണുന്ന കുട്ടികൾക്ക് ഒരു ചെറിയ സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ നിന്ന് മാറ്റി പിടിക്കാനും അത് സ്ക്രിപ്റ്റിന് ആവശ്യമുണ്ട്. വെൻ ജിത്തു ഹാസ് റിട്ടൺ ദാറ്റ്. താങ്കൾക്ക് ഉണ്ടായിരുന്ന ഒരു ജേർണി എന്തായിരുന്നു കുട്ടിയുടെ കൂടെ? എനിക്ക് എന്തോ ഭാഗ്യത്തിന് വന്ന ഭയങ്കര നല്ല ആക്ടറാണ്. നല്ല കാര്യം. ആദിശേഷൻ അതാണ് അവന്റെ പേര്. എന്ത് ക്യൂട്ടാ. സിനാൻ എന്ന് പറഞ്ഞൊരു ബോയും കൂടെ ഉണ്ട്. പിന്നെ ഫർസാന. ലൈക്ക് എനിക്ക് എന്തോ ഭാഗ്യത്തിന് ലൈക്ക് ഭാഗ്യമല്ല, നമ്മൾ വി ഓൾസോ ലൈക്ക് കാസ്റ്റിംഗ് ആൻഡ് നമ്മൾ എക്സ്റ്റെൻസീവ്ലി ആൾക്കാരെ നോക്കി കണ്ടുപിടിച്ചതാണ്. ദേ ആർ വെരി ഗുഡ് ആക്ടേഴ്സ്. അപ്പൊ അവരെ എനിക്ക് അങ്ങനെ ഭയങ്കര ആക്ടിങ് ഡയറക്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പം ചിലപ്പം എനിക്കിപ്പം അതിശേഷൻ അവന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ ഞാനോട് വേറെ എന്തെങ്കിലും ഞാൻ എവിടെ വായിച്ചെന്തോ ഒരു ട്രിക്കാണ് ലൈക്ക് വെറുതെ എന്തെങ്കിലും ഒരു കണക്ക് കൊടുത്തിട്ട് അതിങ്ങനെ മനസ്സിലാലോചിച്ച് നടക്കാൻ പറയാം. അപ്പം നമ്മൾ എടുക്കുമ്പോൾ ലൈക്ക് ദ ബോയ് ഈസ് ലൈക്ക് കണ്ടംപ്ലേറ്റിംഗ് സംതിങ് ഡീപ്പ് ഇൻ ദ വേൾഡ് എന്നുള്ള സാധനം. സോ അങ്ങനെ ലോട്ട് ഓഫ് ട്രിക്കറി ചെയ്യും. വേറെ എന്ന് വെച്ചാല് വെരി ഗുഡ് ആക്ടർ. 4 ദിവസം കഴിഞ്ഞപ്പം എന്നാ ശരി എനിക്ക് വീട്ടിൽ പോകുന്നു അല്ല കഴിഞ്ഞ എന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞു അഭിനയിച്ച് കഴിഞ്ഞു എന്റെ പരിപാടി കഴിഞ്ഞു തുടങ്ങണം. ഇനി ഒരു 80 days ഉണ്ട് ഷൂട്ട്. സോ പിന്നെ ലേറ്റ് നൈറ്റ് ഷൂട്ട്സ് ഓൾസോ ചലഞ്ചിങ്. ലൈക്ക് അതെ, നമ്മുടെ പോലെ കുട്ടിക്ക് രാത്രി ഇരിക്കാനും വയ്യ. അതെ, ഒരു 8 മണിയാകുമ്പോൾ എടുത്തു പറയും സാറേ എന്റെ ബാറ്ററി തീർന്നു. എന്റെ അടുത്ത് നേരിട്ടൊന്നും പറയാം. വെരി ഗുഡ് ആക്ടർ. പക്ഷെ ആ കുട്ടീനെ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫിലിം മേക്കിംഗ് ലാംഗ്വേജ് താങ്കളുടെ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ദാറ്റ് യു ഡിസ്കവേർഡ് സംതിങ് ഇൻ യു? The whole film Balan is new to me. Like ഞാൻ ഇങ്ങനത്തെ ഒരു സ്പേസിൽ like it's only like my third film. So അതെല്ലാം എനിക്ക് ന്യൂ ആയിരുന്നു. ലൈക്ക് ഹൗ ഡ്രാമ ലൈക്ക് എങ്ങനെ ഇമോഷനും ലൈക്ക് മദർ ആൻഡ് ചൈൽഡ് ലൈക്ക് വെരി സട്ടിൽ ഇമോഷൻ അതർ ദാൻ വലിയ ബഹളങ്ങളില്ലാതെ എങ്ങനെ അത് കൊണ്ടുപോകാൻ പറ്റൂ.
ആൻഡ് ഹൗ ടു മേക്ക് എ എൻഗേജിങ് നറേറ്റീവ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അത് എനിക്ക് പുതിയതായിരുന്നു. അതെ, ചില സീനുകളിൽ ചിലപ്പോൾ സമയത്ത് വിചാരിക്കും നമ്മൾ കൂടുതൽ ഡയറക്റ്റ് ചെയ്യേണ്ട, ബിക്കോസ് ഇമോഷൻ ഓൾറെഡി ആ ഒരു ഇതിലുണ്ട് സംസാരത്തിൽ എന്ന് പറയുമ്പോൾ. അങ്ങനെ ഒരു താങ്കൾ സംവിധായക നിലയിൽ കുറച്ച് ബാക്കിലോട്ട് പോകുന്നുണ്ടോ? കാരണം ഇത് ഇങ്ങനെ നടന്നോട്ടെ എന്നുള്ളൊരു. ഞാൻ അങ്ങനെ കുറെ ഇപ്പം ജാനിമനിലൊക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കുറെ സീക്വൻസ് കാണും. ഐ ജസ്റ്റ് ലെറ്റ് ദ പീപ്പിൾ പെർഫോം ആൻഡ് ലെറ്റ് ദ ക്യാമറ ബി. പക്ഷെ ഇതൊരു കുറച്ചും കൂടെ ഒരു എൻഗേജ് നറേറ്റിംഗ് ആകുമ്പോൾ ഞാൻ എനിവേസ് എന്റെ ഫസ്റ്റ് മാസ്റ്റർ ഷോട്ട് ഐ വിൽ മേക്ക് എ വൈഡ് ആൻഡ് ലൈക്ക് എല്ലാവരും പെർഫോം. ദെൻ അതിന് വന്നിട്ട് നോക്കിയിട്ട് ഞാൻ പിന്നെ ഷോർട്ട് ഡിവിഷൻ പോകാറുള്ളൂ. സോ ഫസ്റ്റ് എന്തായാലും ഞാൻ അങ്ങനെ ഒരു വൈഡിൽ തന്നെ ആയിരിക്കും. ലെറ്റ് എവരിവൺ ലൈക്ക് പ്ലേ ആൻഡ് യൂസ് ദ സ്പേസ് ആൻഡ് എവരിതിങ്. ദാറ്റ്സ് എ ഗുഡ് വൺ അല്ലേ? അതപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അല്ലേ അതിനൊരു ഇത് കൊടുക്കാനായിട്ട്, ടു ഹാവ് എ ഡെപ്ത് ഫോർ ദ സീൻ, ഒരു ഇമോഷണലി ലിഫ്റ്റ് ചെയ്യാനായിട്ട് ആ സീനിന്. ഇതിന്റെ ഭയങ്കര നേരത്തെ ചിതു പറഞ്ഞ സാധനം ഇത് ഭയങ്കര ഇന്റിമേറ്റ് ആണ്. അപ്പം നേരത്തെ കണ്ട പോലെ ഇപ്പൊ മഞ്ഞുമല്ല് കുറെ വൈഡുകളും മറ്റേ വാസ്റ്റ് ആയിട്ടുള്ള കാണിക്കുന്ന പരിപാടി. ഇത് പക്ഷെ കുറച്ചും കൂടെ വിത്ത് ദ ക്യാരക്ടർ കുറച്ചും കൂടെ അടുത്തിരിക്കും. അപ്പം അതിന് വേറെ തന്നെ മ്യൂസിക്കാ. മറ്റേതാണെങ്കിൽ കുറച്ചും കൂടെ ബിഗർ ദാൻ അല്ലെങ്കിൽ ലൈഫ് എന്നുള്ള ഒരു സാധനത്തെക്കാളും ഇത് കുറച്ചും കൂടെ ക്ലോസർ ആണ് സ്കോറും. ഈവൻ നമ്മള് മഞ്ഞുമല്ല് ഭയങ്കര വലിയ എന്താണ് ഇത് യൂസ് ചെയ്യുമ്പോൾ ഓർക്കസ്ട്ര യൂസ് ചെയ്യുന്ന പകരം ഇത് ഭയങ്കര ഒരു കോർട്ടഡ് സ്ട്രിങ്സും ഭയങ്കര ചെറിയ റൂമിലിരുന്ന് വായിക്കുന്ന ടൈപ്പ് പരിപാടികളൊക്കെയാണ് യൂസ് ചെയ്തത്. ഈ സിനിമയില് താങ്കളുടെ മ്യൂസിക് ആരോടാ സംസാരിക്കുന്നത്? ഓഡിയൻസിനോടാണോ, കുട്ടിയോടാണോ, അമ്മയോടാണോ? ഞാൻ ആദ്യം എന്നോടാ സംസാരിക്കുന്നത്, എന്നിട്ട് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടോ നോക്കിയിട്ടാണ് അത് ഓഡിയൻസിലോട്ട് എത്തുന്നത്. എനിക്ക് എങ്ങനെയാണ് അത് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത് നോക്കും. ഇപ്പം ചില സീനുകളുണ്ടല്ലോ നമ്മൾ, അതായത് ഇമോഷണലി വളരെ താങ്കൾക്ക് നല്ല സിനിമയിൽ അത് ചിലപ്പോൾ നോട്ടീസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, ചെറിയൊരു കാര്യമായിരിക്കും. പക്ഷേ താങ്കൾക്കത് എടുത്ത് ഫലിപ്പിച്ചെടുക്കാൻ കുറേ സമയം വേണ്ടി വന്നൊരു സീൻ ഉണ്ടായിരുന്നു. സ്പോയിലർ പറയണ്ട. ഈ ട്രെയിലറിൽ കാണുന്ന ഒരു സീൻ അങ്ങനെ ഉണ്ടെങ്കിൽ ട്രെയിലറിൽ ഇപ്പൊ ഏകദേശം എല്ലാ സീനിനെയും കുറച്ചുണ്ടല്ലോ. സോ there are a lot of scenes like അത് പേപ്പറിൽ ഇറ്റ് വിൽ ബി ലൈക്ക് വെരി ഇമോഷണൽ, പക്ഷെ അത് ചെയ്തു വരുമ്പോൾ ഭയങ്കര ബ്ലാൻഡ് ആയി പോവുക. അപ്പൊ ആ സമയത്ത് then we are all ready for shoot, like everything is running and അപ്പൊ അത് ഭയങ്കര ഒരു കാര്യമാണ്. പിന്നെ അത് പറഞ്ഞു വരുമ്പോൾ അതിനൊരു വെയിറ്റ് ഉണ്ടാവില്ല. അപ്പൊ അവിടെ നമ്മൾ വീണ്ടും എഴുതും, പറഞ്ഞു നോക്കും, ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ നടക്കില്ല, ഫ്രസ്ട്രേറ്റഡ്, ഗോ ഹോം. എവിടെയായിരുന്നു ഷൂട്ടൊക്കെ? ഓൾ ഓവർ കേരള, ലൈക്ക് പല സ്ഥലത്ത് പോയി പല പേര് ഉണ്ട്. പിന്നെ അതേപോലെ മെയിൻ ചങ്ക് ഓഫ് ദ ഷൂട്ട് വാസ് ഇൻ വയനാട്, വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പൊ നമ്മൾ ഇരുന്ന് രണ്ടോ ചിലപ്പോൾ അത് വീണ്ടും നമ്മൾ ഇങ്ങനെ റിവ്യൂസ് എഡിറ്റ് ഒക്കെ കണ്ട് then we might go for a reshoot and like അതൊന്നും like we don't like not very ashamed of it, like we'll go yeah. സോ അതാണ്. അപ്പൊ അത് വി കണ്ടിന്യൂസ്ലി ഡു ദ പ്രോസസ്. ഈ ഇമോഷൻസ് കുറച്ച് ട്രിക്കിയാണ്. ഫൈറ്റും അങ്ങനത്തെ ഒരു ഇത് പരിപാടിക്കാണെങ്കിൽ വി ക്യാൻ ഹാവ് എ സ്പെസിഫിക് ബീറ്റ് പോയിന്റ്സ്. ഇത് ചെയ്തു അത് രണ്ട് എനിക്ക് അത് കുറച്ചും കൂടി ഇന്റിമേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്രിയേറ്റീവ്ലി യു ഹാവ് ടു. ഇതിൽ ലോട്ട് ഓഫ് കോൺസെപ്റ്റ്സ് ലൈക്ക് ആ പയ്യനോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. അപ്പൊ അത് നമുക്ക് വേറെ രീതിയിൽ മാസ്ക് ചെയ്ത് ഇങ്ങനെയാണ് ഇത് എന്താണ് സംഭവം. ലൈക്ക് ക്ഷമയുള്ള ആളാണോ? ക്ഷമയുണ്ട്, പിന്നെ ക്ഷമയില്ലാണ്ട് ഇൻപോസ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അല്ല, പക്ഷെ പറഞ്ഞു മനസ്സിലാക്കിയ കുട്ടിയല്ലേ. അതെ, ചില സമയത്തിന്റെ പേടിയാണ്, ചില സമയത്തിന്റെ ഇഷ്ടമാണ്. ഇതൊരു ബിഗ് പിക്ചറിന്റെ ഭാഗമാണെന്ന കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എന്താ ചെയ്തത്? അവനതൊക്കെ നല്ല അറിയാം, അതൊക്കെ നല്ല ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാ. ഈ ജിത്തു മാധവന്റെ എൻട്രി നിങ്ങളുടെ ആ ഒരു ഫുൾ ഗ്യാങ്ങിൽ, മഞ്ഞുമൽ ബോയ്സ് ഗ്യാങ് നോക്കുമ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ദ യുവർ എന്താ പറയുക കാസ്റ്റ് ആൻഡ് ക്രൂല്, എല്ലാ ക്രൂ മെമ്പേഴ്സും ഇസ് റിപ്പീറ്റഡ് ആക്ച്വലി. വിവേക് ഹർഷൻ, ഷൈജു, പിന്നെ സുഷിൻ. അപ്പോൾ ഇതിൽ നമ്മൾ കയറി വരുന്നു അജയൻ ചാലിശ്ശേരി, നാ കയറി വരുന്നു ജിത്തു മാധവൻ. കുട്ടനും വിവേക് ഹർഷനും. സത്യം, ജിത്തു. അതെ, എല്ലാവർക്കും തിരിച്ചെത്തി ഒരുമിച്ചെത്തി എന്ന് പറഞ്ഞാൽ ചേരുമ്പടി ചേരുക എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ജിത്തുവിന്റെ ഒരു ഡയറക്ടോറിയൽ ഇൻസ്റ്റൻസിൽ വരുന്ന ഒരു കഥയായിരുന്നു. ഹി ഈസ് റൈറ്റ് ഓൾസോ, ഹി ഹാസ് ഗോട്ട് എ ഡയറക്ടോറിയൽ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാവും. നിങ്ങൾ തമ്മിലുള്ള ഒരു ആ കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു? പിന്നെ ഡയറക്ടർ ആൻഡ് ഡയറക്ടർ. അത് ലൈക്ക് എന്താ പറയാ, ലൈക്ക് സ്റ്റോറി ലൈക്ക് വി വർ ലൈക്ക് ഓൺ ദി സെയിം പേജ്. ഭയങ്കര ഒറ്റ നരേഷൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ then we started writing it. So വർത്താനം പറയുന്നത് വലിയ കാര്യമല്ലേ?
then we started writing it, and as we have like two different directors, our language is different, so അത് sync ആവാൻ വേണ്ടി like then we, I think ബാലൻ ഒരു 10 ഡ്രാഫ്റ്റ് എങ്കിലും എഴുതിയിട്ടുണ്ടാവും. And while he already started working for the Surya film, so he's already working on a big film. ആ സമയത്ത് ഞാൻ വിളിക്കുമ്പോൾ വരുത്തും നമ്മളിരിക്കും. So he traveled to വയനാട് and everything. അപ്പോൾ നമ്മൾ കുറേ ഇരുന്ന് like നല്ല പണിയെടുത്ത് നമ്മൾ രണ്ടുപേരും ഇരുന്ന് ഉണ്ടാക്കിയ ഒരു പരിപാടിയായിരുന്നു. ഈ ഒരു 10th ഡ്രാഫ്റ്റ് എങ്കിലും പോയിട്ടുണ്ടാവും. 10 ഡ്രാഫ്റ്റ്. താങ്കൾക്ക് ഏറ്റവും അധികം ഇതിലൊരു ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള സിനിമയുള്ള ഒരു ജേർണി ഈസ് വെരി ഇമോഷണൽ ഇൻ ദിസ് മൂവി. എല്ലാ പടത്തിലും അതെ, പക്ഷേ ഇതിൽ സ്പെസിഫിക്കലി ഫോർ ദ കുട്ടി ആയതുകൊണ്ടും ആ ഒരു സ്റ്റോറി ആയതുകൊണ്ടും വെൻ ഈ ആദ്യം ഈ ഡ്രാഫ്റ്റ് കേട്ടപ്പോൾ വാട്ട് ഇസ് ദാറ്റ് ഒരു തീം? ഞാനിത് ആദ്യം പണ്ട് കമന്നൂർ സ്ക്വാഡിൻ്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തായിരുന്നു ആദ്യം മനസ്സിൽ കൂടെ വന്നൊരു നോട്ടെന്ന്? ആദ്യം വന്ന നോട്ടോ? എന്തായാലും നോട്ടല്ല, എന്തെങ്കിലും ഒരു സാധനം വന്നത് എന്തായിരുന്നു? ആദ്യമേ ക്ലൈമാക്സിന്റെ മ്യൂസിക് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു വോക്കൽ സാധനം വെച്ചിട്ടുള്ള ഒരു ഭയങ്കര കുറെ ആൾക്കാർ പാടുന്ന ഒരു സാധനം. ക്ലൈമാക്സ് അതേ പറഞ്ഞല്ലോ, വോക്കൽ വെച്ച് പാടുന്ന സാധനങ്ങൾ, അതാണ് ക്ലൈമാക്സ് പറഞ്ഞില്ലല്ലോ. അപ്പം ഇത്രയൊക്കെ പറയണം. വോക്കൽ വെച്ചൊരു സാധനം, അതായിരുന്നു ആദ്യത്തെ ഒരു സോങ് വെച്ചിട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായിരുന്നു ഇനീഷ്യൽ പ്ലാൻ. ആദ്യം യൂസ് ചെയ്യും, നമ്മളത് ലാസ്റ്റ് മുന്നേ യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിൽ ഓൾ ത്രൂ ദ സിനിമയിൽ ഏറ്റവും ഒരു സുഷ്യൻ ടച്ച് എന്തായിരുന്നു? അതന്നെയായിരിക്കും. എല്ലാ സീനിലും ഉണ്ടല്ലോ ഇമോഷൻ വരുമ്പോൾ ഞാൻ വീണ വായിക്കും. ചില സമയത്ത് ഇവിടെ കുറഞ്ഞു പോയി, ഇവിടെ എന്തെങ്കിലും വായിച്ചേ പറ്റൂന്ന് പറയാം. ഇദ്ദേഹത്തിന് ഇപ്പോ ഇദ്ദേഹം പ്രവാസിയാണല്ലോ, കേരളത്തിൽ താമസിക്കാത്ത ഒരാളാണല്ലോ. അപ്പോ അദ്ദേഹത്തിന് ഇങ്ങനെ വിളിച്ചു കൊണ്ടുവരുന്നത് നിങ്ങൾ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകും? അദ്ദേഹത്തിന്റെ നാട്ടിൽ പോകാനാണ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് പറഞ്ഞു എല്ലാവരും ഇപ്പൊ എന്റെ വീട്ടിലേക്ക് വരും, സ്റ്റുഡിയോയിൽ ചെയ്താൽ മതി. നമുക്ക് വീട് ലൊക്കേഷൻ പറയണ്ട, പക്ഷെ അത് പറഞ്ഞ ക്ലൈമാക്സ് പറയും. പറഞ്ഞേട്ടോ, എന്റെ വീട്ടിൽ ലൊക്കേഷൻ ക്ലൈമാക്സ് പറയും. വടക്കേ ഇന്ത്യയുടെ അതെ, എന്തായാലും അവിടെ ഇരുന്നോളും. ഇദ്ദേഹം വേറൊരു നാട്ടിലേക്ക് പോയിട്ട് ഈ സിനിമ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയി വലിയ ഗംഭീരാക്കി. ആ കഥ കേക്കട്ടെ. നമ്മളൊന്നും കൊണ്ടുപോയില്ല. അതെന്താ കൊണ്ടുപോഞ്ഞേ? ഞാൻ പ്രൊഡ്യൂസേഴ്സ് ഫിലിം മാർക്കറ്റിൽ പോയത്, അടുത്ത ഫെസ്റ്റിവൽ ഉണ്ട്, അതിൽ പോവാ. കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ പോവാലോ. മറ്റു ഇപ്പൊ ഞാൻ അന്ന് എന്നോട് പറഞ്ഞൊരു സാധനം, അന്ന് വൈകുന്നേരം ആയിരുന്നു, ഞാൻ എന്താ വേഷം ഇടണേന്നൊക്കെ ചോദിച്ചു ഞാൻ. സോ ഹി സെഡ് എനിക്ക് ഐ ഹോപ്പ് ദ ഓഡിയൻസ് ഗെറ്റ് മൈ ഫിലിം ബിക്കോസ് ഇറ്റ്സ് വെരി യൂണിവേഴ്സൽ തീം എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു അനുഭവം പറയോ, ആ ഒരു പ്രീമിയറിന് പോകുന്നതും? അത് എന്താ പറയുക, അവിടെ ഫിലിം മാർക്കറ്റിലായിരുന്നു. അപ്പം എന്താ പറയുക, കുറേ ഡയറക്ടേഴ്സ് ലൈക്ക് അശുതോഷ് ഗോവാരിക്കർ, പാർനലിൻ, അങ്ങനെ സുധീർ മിശ്ര, അങ്ങനെയുള്ള ലൈക്ക് അവരൊക്കെ അവിടെ മീറ്റ് ചെയ്യുമ്പോൾ they all came and saw the film and they really loved it. And എൻ്റെ ഏറ്റവും സർപ്രൈസിങ് ഫാക്ടർ, they have seen മഞ്ജുമൽ ബോയ്സ്. അത് കാണുമല്ലോ, പാർനലിൻ മഞ്ജുമൽ ബോയ്സ് കണ്ടിട്ടുണ്ടോ? wow, that is like so that was very surprising. And അങ്ങനെ എന്താ പറയുക, ഭയങ്കര, ഞാൻ അത് ഫസ്റ്റ് ടൈം കാണുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഫെൽ ഇൻ ലവ് വിത്ത് ദ പ്ലേസ്. അപ്പൊ അങ്ങനെ അവിടെ പല, ഇപ്പം ഇറാഖീസ്, ദർ ഓഫ് ഇറ്റാലിയൻസ്, ഫ്രഞ്ച് പീപ്പിൾ ആൻഡ് ലോട്ട് ഓഫ് അങ്ങനെ ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാർ ബാലം കണ്ടു. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു ഇറ്റാലിയൻ ആരും ഇങ്ങനെ കരയുന്നുണ്ട്. ഞാൻ അതിനാണ് പോയത്. ഞാൻ ആക്ച്വലി ഇതുവരെ പല നാട്ടിലെ ആൾക്കാർ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ. അതായത് ചിദംബരത്തിന് ഇത് കഴിഞ്ഞ ശേഷം കുറെ പേര് വന്ന് സംസാരിച്ച് കാണും. താങ്കൾക്ക് കിട്ടാത്ത ഒരു പോയിന്റ് ഓഫ് വ്യൂ അവർ തന്നെയുണ്ടായോ? തീർച്ചയായും എല്ലാവർക്കും, കാരണം എല്ലാ മൂവിയിൽ ഞാൻ ഇതാണ് ഈ സിനിമ എന്ന് ഒരിക്കലും പറയാൻ, ബിക്കോസ് എല്ലാവരും സബ്ജക്റ്റീവായിട്ട് കണ്ട് അവരെന്താ വെച്ചാൽ തീരുമാനിച്ചാൽ അവർക്ക് എന്താ വെച്ചാൽ എടുത്തോട്ടെ എന്നുള്ളതാണ്. സോ അങ്ങനെ പല ആൾക്കാർക്കും പല പെർസ്പെക്റ്റീവാണ്. ലൈക്ക് ഐ സെഡ് ദിസ് ഇൻ അനദർ ഇന്റർവ്യൂ. മഞ്ജുമൽ ബോയ്സ് നമ്മൾ വി ടുക്ക് ടു റഷ്യ, ലൈക്ക് റഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ മഞ്ജുമൽ ബോയ്സ് കാണിക്കുമ്പോൾ എനിക്ക് കിട്ടിയ അവാർഡ്. ഇവനൊരു അവാർഡ് നല്ല വെയിറ്റ് ഉള്ള അവാർഡ്. എനിക്ക് പണിയത് ഇവന്റെ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി അവിടെ നല്ല വെയിറ്റ് ചുമന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. അപ്പം എന്താ പറയാ, അവിടെ ഇങ്ങനെ ഇതേപോലെ പടം കഴിഞ്ഞിട്ട് ഇപ്പോൾ റഷ്യൻ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു ലൈക്ക് ഷി വാസ് ക്രൈയിങ്. അപ്പം അപ്പൊ ആ സമയത്ത് ഉക്രൈൻ ഇപ്പൊ സ്റ്റിൽ ഉക്രൈൻ റഷ്യ വാർ ഇസ് ഗോയിങ് ഓൺ. സോ more than 1,000 people are dying on a daily basis like nothing. And but this film is about only one life person, and like how much that life in the value. So അത് വേറൊരു ആൾക്കാർക്ക് അങ്ങനെയാണ് കിട്ടിയത്. സോ
അതുമാതിരി ഇത് അപ്പോൾ എനിക്ക് അന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, ഇത് ആൾക്കാർക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. അതെ, അതെ. അത് വെൻ അവർ എഴുന്നേറ്റ് സ്റ്റാൻഡിങ് ഒവേഷനൊക്കെ തന്നപ്പോൾ എന്തായിരുന്നു മനസ്സിൽ? നിങ്ങൾ പോയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കേൾക്കാം. ഞാൻ സ്റ്റാൻഡിങ് ഒവേഷൻ ഒന്നും ഇല്ലായിരുന്നു, കാരണം സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ആയിരുന്നു. ഞാൻ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്. ഞാനിങ്ങനെ നോക്കും, ഞാൻ ഈ പടം കണ്ടു, എനിക്ക് പിന്നെ ഇത് കാണണ്ടല്ലോ. ഞാൻ പുറത്തിരിക്കുമ്പോൾ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരും, സൗണ്ട് കേൾക്കുമ്പോൾ തീരാറായോ. ഇത് നോക്കുക, അവിടെ ഇരുന്ന് ആൾക്കാരുടെ ഇടയിൽ ആവണ്ടേ, അത് എന്തൊരു അല്ല അതല്ല, പടം തീരാറാകുമ്പോൾ ലാസ്റ്റ് മ്യൂസിക് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഏറ്റവും ബാക്കിൽ ഞാൻ പോയി ലൈക്ക് ഐ ഗ്രീറ്റഡ് എവരിവൺ. നൈസ്. അതെ, ദാറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് തിങ്. വെച്ചെങ്കിൽ വേറൊരു നാട്ടിൽ പോയിട്ട് സിനിമ അത് തിരിച്ചു വന്ന ശേഷം ഐ തിങ്ക് യു സെൻഡ് സംതിങ്. അവിടെ ആരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടു, ഈ ഒരു തീം യൂണിവേഴ്സലാണ്, അമ്മ കുട്ടി എന്നുള്ളത്. അതുകൊണ്ട് ദിസ് ഹാസ് ഗോട്ട് എ പാൻ ഇന്ത്യ ഓൾസോ, ഞാൻ ഉദ്ദേശിക്കുന്നതാണ്. കറക്റ്റ് അല്ലേ? Very unique, കാരണം there is a child, there should be a mother, and if she's a mother, there should be a child. നമ്മുടെ ഒരു ഈ സിനിമയിൽ ബാലന്റെ ജേർണി നിൽക്കുമ്പോൾ താങ്കൾ വളരെ കഷ്ടപ്പെട്ടെടുത്തൊരു സീൻ ഉണ്ടാവും. പക്ഷെ ആ സീൻ വിവേക് പറയാണ് വേണ്ട, അത് നടക്കുന്നില്ല, അത് ഡസൻ ലൈൻ ഓർ ജെൽ വെൽ. എനിക്ക് അങ്ങനത്തെ ഒരു സെന്റിമെന്റ്സും ഇല്ല ഫുട്ടേജിൽ. ഫിലിമിന്റെ ടോട്ടാലിറ്റി തന്നെയാണ് ചിലത്. എനിക്ക് അങ്ങനെ ആ ഒരു മെസ്സേജ്, ഒരു എന്തെങ്കിലും ഒരു ഇമേജറി അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ ഉള്ളത് അത് നമ്മളെങ്ങനെയൊക്കെ വെക്കും. അല്ലാണ്ട് അങ്ങനെ ഒരു സിമ്പതി പാടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പടത്തിന്റെ ഒരു ടോട്ടാലിറ്റി ബാധിക്കുകയാണെങ്കിൽ അത് എന്തായാലും നമ്മൾ എത്ര പൈസ ചെലവാക്കിയതാണെങ്കിൽ, എത്ര ഭയങ്കര ആലോചിച്ചിരുന്ന് എഴുതിയാണെങ്കിൽ ഇറ്റ് ഷുഡ് ഗോ. ഇയാളോട് വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ദിസ് ഇസ് എ സെക്കൻഡ് പടം അല്ലേ? സോ എനി ചേഞ്ച് ഇൻ എ ഡയറക്ടർ ഹീസ് ആൻഡ് അപ്രോച്ച് അങ്ങനെ ഉണ്ടോ? ഇല്ല, സെയിം. ഇതിന് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു സിമിലർ ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ഈസിയർ ടു കമ്മ്യൂണിക്കേറ്റ്. നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴേ ആരെ ലോങ്സ്റ്റ് ഓഡിയോ ക്ലിപ്പ് ഇടും? അങ്ങനെ ഇല്ല, ലോങ്സ്റ്റ് ഓഡിയോ ക്ലിപ്പ് ഒന്നും നമ്മളെ അങ്ങനെ ഇല്ല. വളരെ ലളിതമായ സ്റ്റൈല് വർത്തമാനമാണ്. അതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവന്റെ മറ്റേ വിദേശത്തെ വീട്ടില് അവിടെ വർക്ക് ചെയ്യാൻ പോകുമ്പോഴും അവിടെ ഇവൻ രാവിലെ സ്റ്റുഡിയോ കയറി, പിന്നെ അവിടെ ഒരു ഹെലൻ ആന്റി വരും, നല്ല മീൻകറി ചോറൊക്കെ ആയിട്ട്. ഇവൻ പണിയെടുക്കും, ഞാൻ അവിടെ ഭയങ്കര റിലാക്സ് ചെയ്ത് ചോറ് മീനൊക്കെ കഴിച്ച് ഉറങ്ങാൻ. ചോറായെന്ന് പറയാൻ വിളിക്കും. വോയിസ് നോട്ട് ചോറായേ 10 മിനിറ്റ് ഞാൻ കഴിക്കും. ഇവൻ കഴിക്കുന്നുണ്ട് വോയിസ് നോട്ട്. അത്ര ആ വോയിസ് നോട്ടൊക്കെ ഉള്ളു. ചോറായി, നല്ല മീൻകറി, മെനു കറി, അതൊക്കെ. അതെ. അപ്പോൾ ഇത് അതേപോലെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴേ ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ്, യു റിപ്പീറ്റഡ് ദ കാസ്റ്റ്. എല്ലാവരെയും ആദ്യം റിപ്പീറ്റ് ചെയ്തു. കംഫർട്ട് സോൺ ആണോ അതോ ബേസിക്കലി ഇറ്റ്സ് എ കംഫർട്ട് സോൺ, പക്ഷെ അതിലും കൂടുതലായിട്ട് താങ്കളുടെ വിഷൻ മനസ്സിലാക്കുന്നത് ഇവരാണെന്നുള്ളതാണോ? മോർ ദാൻ മൈ അഡ്വാൻറ്റേജസ്, മൈ ഫ്രണ്ട്സ് ആർ ഓൾസോ ഗ്രേറ്റ് ടെക്നീഷ്യൻസ്. സോ അതിന് ആ ഒരു അഡ്വാൻറ്റേജ് ആയി. ഷൈജുവിന്റെ തന്നെ പറയട്ടെ, ഞാൻ എത്രയോ കാലം ആഗ്രഹിക്കുന്ന ഒരാളെ ഇന്റർവ്യൂ രാവിലെ വലിയ ഓഡിയോ ക്ലിപ്പ് ഇട്ടു, മറുപടി പറഞ്ഞിട്ടില്ല, കാണായിരിക്കും എപ്പോഴെങ്കിലും. അദ്ദേഹത്തിന്റെ ഓരോ ഫ്രെയിം ഉണ്ടല്ലോ, അതായത് സംടൈംസ് നമുക്ക് ആൾക്കാർക്ക് മിസ് ചെയ്ത് പോകുന്ന ചില കാര്യങ്ങളുണ്ടാവും, പക്ഷെ അത് കഥയ്ക്ക് ഭയങ്കര ഉൾക്കൊള്ളുന്ന ഒരു ഇമോഷണൽ ഒരു എലിമെന്റ് തരുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു സാധനം ഇതിലുണ്ടോ? പിന്നെ തീർച്ചയായും ഷൈജു കല്ല് എന്ന് പറയുമ്പോൾ ഒരു ഇവൻ ആ കുട്ടി ഇരിക്കുന്ന സീൻ ഉണ്ടല്ലോ, ആ മഞ്ഞ ലവ്ലി ഷോട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഷോട്ട്സ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു. So how was it working with Shaiju then? It's our second honeymoon together. ഭയങ്കര I'm blessed to have worked with him again, and ഭയങ്കര സ്റ്റോറി ടെല്ലറാണ്. കഥയുടെ കൂടെ നിൽക്കുന്ന സിനിമാറ്റോഗ്രാഫി and he's so experienced. He has done many films, and അപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ how to break this thing, he might have always has a better idea how to approach that. അപ്പം അത് that comes in handy. അപ്പൊ കഥ പറയുമ്പോഴും ഇപ്പം എന്താ പറയാ, ക്ലൈമാക്സിനെ കുറിച്ച് 2-3 ഷോട്ട്സ് ഒക്കെ ഇത് എങ്ങനെ അവരെ കാണിക്കും എന്നൊക്കെ അവർക്കുള്ളത് പക്ഷേ കുറച്ച് ഇങ്ങനെ ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് മച്ച് ബെറ്റർ ആൻഡ് ഞാൻ ചിന്തിക്കാത്ത ഒരു ആംഗിളിൽ കൂടെ ആയിരിക്കും. സോ അങ്ങനെ കോംപ്ലിമെന്റിങ് ആയിരിക്കണം. മഞ്ഞുമലിന്റെ ക്ലൈമാക്സിനെക്കാട്ടിലും ഇന്റൻസ് ആയിരുന്നു ഇതിന്റെ ക്ലൈമാക്സ്. അങ്ങനെയൊന്നുമില്ല, ഒന്നും പറയാനും അതെ. എന്നിരുന്നാൽ പോലും ഞാൻ പറയാം, നമുക്ക് ആ ഒരു ഇതിൽ ഇളയരാജ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയായിരുന്നു ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് സ്കോർ രാജ സാർ കൊണ്ടുപോയല്ലോ. മഞ്ജുമലിന്റെ സ്കോർ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്കോർസ്. അതിപ്പോഴും എത്രയോ കാലമായിട്ട് അത് നമ്മൾ എന്തെങ്കിലും റീലിലൂടെ കണ്ട് വീണ്ടും അതിനെ നമ്മൾ ഇതെടുക്കും. ഈ ബാലൻ എന്ന സിനിമ, മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ താങ്കൾ ഡയറക്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഒരു സിനിമ ഉണ്ടാകുമായിരുന്നു? ഇല്ല, സംശയം. ബാലൻ മഞ്ഞുമൽ ചെയ്തുകൊണ്ട് മാത്രമാണ് ബാലൻ എന്നുള്ള സിനിമ ഉണ്ടാവാൻ കാരണം. ബാലൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററിനെ കൺവിൻസ് ചെയ്യാനോ അങ്ങനെ ഇങ്ങനത്തെ ഒരു സ്റ്റോറി വിത്തൗട്ട് ഫെമിലിയർ ഫേസസ് ആൻഡ്
like there are like very sensible producers. I'm not saying that it is very hard here, പക്ഷെ മഞ്ഞുമൽ ഉള്ളോട് എനിക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു സ്കെയിലിൽ ലൈക്ക് വാട്ട് എവർ whoever technicians I want, whatever equipment and everything, ഈ ഒരു രീതിയിൽ സ്കെയിലിൽ എനിക്കിത് ചെയ്യാൻ പറ്റും. എങ്ങനെ ഡയറക്ടർ ഇങ്ങനെ how are you in a set? Are you a person who is extremely silent? I am silent and like very reserved in set. അത് വേറെ ആളടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇല്ല, I am like അവിടെ സെറ്റിൽ മാത്രമാണ് ഞാൻ ആകെ 3 നേരം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, എനിക്ക് ലൈക്ക് സെറ്റിൽ There is no അപ്പോൾ അതൊരു പക്ഷേ ഒരു ആസ് എ ഡയറക്ടർ ഡെലിഗേഷൻ ഉണ്ടാവുമല്ലോ ADസിന്റെ കൂടെ. How much that you delegate to ADs? Well, I have 2 main guys like Srirag and Binu, and മൊത്തം അവർക്കാണ് ലൈക്ക് ചീത്ത വിളി ഞാൻ അവരെ വിളിക്കാറുള്ളൂ, വേറെ ബിക്കോസ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ്. ഐ ഡോണ്ട് വേറെ ആരും ഞാൻ ലൈക്ക് ഇഫ് ഐ ഗെറ്റ് ആംഗ്രി ഓൾസോ ആൻഡ് ഇഫ് ഐ നീഡ് ടു അത് അവരുടെ അടുത്ത് മാത്രമേ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് അങ്ങനെ ഒരു രീതിയാണത്. ഒരു ആഗ്രഹിച്ചൊരു ഷോട്ട് അത് കിട്ടിയില്ല വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒരു വഴിയില്ല അത് കിട്ടാൻ. ഇനി ഏനോ മേ ബി ലൈറ്റ് പോയി, അതല്ലെങ്കിൽ ലൊക്കേഷനിൽ പെർമിഷൻ ഇല്ല. ഹൗ ഡു യു ഹാൻഡിൽ ദാറ്റ്? അങ്ങനെ അത് എപ്പോഴും സംഭവിക്കാം, കാരണം എപ്പോഴും നമ്മളത് വർക്ക് ചെയ്തൊക്കെ നമുക്ക് യു ഷുഡ് ഹാവ് എ വർക്ക് ഫ്ലോ ദാറ്റ് യു ഒരു ഓപ്ഷൻ ബി ലൈൻഡ് ആവണം. അല്ല യു ഗെറ്റ് ഇറ്റ് അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരും എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാകും ഷോട്ട് ഉണ്ടാക്കി. പക്ഷെ ഭയങ്കര നമ്മള് എന്താ പറയാ അനാവശ്യമായ പിടിവാശി ഉണ്ടല്ലോ, അത് കിട്ടില്ല എന്ന് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ അത് സർവൈവ്. ബട്ട് വിത്ത് യു ഈ ഒരു മ്യൂസിക് ഡയറക്ഷൻ്റെ ഇതിലും നിങ്ങൾക്ക് തമ്മിലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു സംസാരത്തിൽ, ഡിബേറ്റ് ഓൺ ഇത് വേണം അല്ലെങ്കിൽ സംടൈംസ് യു സേ ദിസ് ഇസ് എക്സലന്റ് ആൻഡ് യു സേ പരമ ബോറാണ്? അങ്ങനെ ഒരു എക്സ്ട്രീംസ് ഉണ്ടായിട്ടില്ല. അങ്ങനെ അത് ചിലത് കൂട്ടുക ചിലത് കുറയ്ക്കുക അങ്ങനെ നല്ലാണ്ട്. ഇത് അങ്ങനെ ഒരുപാട് ഡയലോഗ് അടിക്കുന്ന ആളല്ല, ലൈക്ക് ഒരുപാട് കൈവെക്കൽ സ്വഭാവം ഇത്തിരി കുറവാണ്. അപ്പം ചിതു മെയിനായിട്ട് നോക്കുന്നത് ഇമോഷൻസ് ഹിറ്റ് ചെയ്യുന്നുണ്ടോ, അതാണ് അവന്റെ മെയിൻ. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും എനിക്ക് ആ ഒരു ഇൻപുട്ട് ഭയങ്കര അത്യാവശ്യമാണ്. എല്ലാം അങ്ങനെ ടോട്ടലി ജഡ്ജ് ചെയ്യാൻ പറ്റണം നിർബന്ധമൊന്നുമില്ല. ചില സ്ഥലത്ത് ഞാൻ ഇവിടെ തുടങ്ങാം ഇതൊരു എപ്പിസോഡായിട്ട് കണക്കാക്കാം, അങ്ങനെ അങ്ങനെ ഇത് രണ്ടും അങ്ങനത്തെ കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. ബാക്കി സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. അതെ, നിങ്ങളുടെ ഈ ബാലൻ നമ്മുടെ മഞ്ഞുവൽ ബോയ്സിന്റെ യൂണിവേഴ്സിലേക്ക് വന്നാൽ ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കാം. 5 മിനിറ്റ് ഉണ്ടാകുന്ന ഒരു കയോസ് എന്തായിരിക്കും? അയ്യോ, 5 മിനിറ്റിൽ ഉണ്ടാകുന്ന കയോസ് എന്തെങ്കിലും ഒന്ന് സംഭവം. ഞാൻ പയ്യനും കുഴിയിൽ വീഴും, എന്നിട്ട് അവനെ രക്ഷിക്കുന്നു. നോക്കൂ, ക്ലൈമാക്സ് ഉണ്ടാക്കി കഴിഞ്ഞു. അടുത്ത ഇളയരാജ പാട്ട്. ഇളയരാജ അത് ഏത് പാട്ടിടാം? സി വെൻ യു സ്റ്റാർട്ട് ഓഫ് ഒരു ജേർണി ഉണ്ടല്ലോ, ഈ എസ്പെഷ്യലി ഇപ്പോൾ ഈ ഒരു മദർ ഈ ജേർണി ഇപ്പം വെൻ യു ഒരു ഇപ്പം പല സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു. സോ അവിടെ നിന്ന് ഇടയ്ക്കുന്ന ചില ഒരു അപ്പം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ടാവും സെറ്റിൽ നിന്നും അല്ലെങ്കിൽ ചില ആൾക്കാരിൽ നിന്നൊക്കെ. അതെങ്ങനെ വലിയ ഏച്ചൂട്ടിയെ മുഴച്ചേക്ക് നിൽക്കാത്ത രീതിയിൽ അതെങ്ങനെ അത് ഇൻവോൾവ് ചെയ്യാറ് സ്ക്രിപ്റ്റിൽ? നമ്മളെന്തായാലും ലൈക്ക് ബേസിക്കലി നമ്മൾ ഫസ്റ്റ് ടൈം ആ ലൊക്കേഷനിൽ ഇറക്കി 3-4 പ്രാവശ്യം ആ സ്ഥലത്ത് പോയിട്ടായിരിക്കും. അപ്പോഴേ ആ സ്ഥലം കിട്ടുകയാണെങ്കിൽ ഓൾറെഡി സ്ക്രിപ്റ്റിൽ ഇൻകോപ്പറേറ്റ് ആയിരിക്കും. നമ്മൾ ഒറ്റയടിക്ക് പോവല്ലോ. സോ വി ഫെമിലിയർ വിത്ത് ദ പ്ലേസ് ആൻഡ് എവരിതിങ്. നമ്മൾ മാക്സിമം അങ്ങനെ അത് ഓൾറെഡി ഉണ്ടെങ്കിൽ ആ ഡിസൈനിലോ അല്ലെങ്കിൽ സെറ്റിന്റെ ഡിസൈനിലോ അല്ലെങ്കിൽ ആ ഡയലോഗ്സിലൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അത് വലിയ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കില്ല. അവസാനം ലാസ്റ്റ് മിനിറ്റ് അങ്ങനെ വലിയ ചേഞ്ച് വരത്തില്ല ഡയലോഗ്സ് അങ്ങനത്തെ പരിപാടിക്ക്. ഈ സിനിമ ചെയ്യുമ്പോഴേ എപ്പോഴെങ്കിലും അവനവന്റെ ബാല്യം ഓർമ്മ വന്നിരുന്നു? ബാല്യത്തിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താ പറയുക, എന്റെ അമ്മ ഇങ്ങനെ എന്താ പറയുക നല്ല ദേഷ്യം വരുമ്പോൾ ഞാൻ ഇവിടെ കളഞ്ഞിട്ട് പോകും കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ഷീ ഡസന്റ് നെവർ മീൻസ് ഇറ്റ് ലൈക്ക് ആ സാധനം ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലൈക്ക് ഹൗ എ കിഡ് എന്താ പ്രത്യേകിച്ച് ഇവരുടെ ഇങ്ങനെ ഒരു ഡ്രിഫ്റ്റിംഗ് ആൾക്കാരാകുമ്പോൾ ദേ ആർ ദ ഓൺലി പീപ്പിൾ ടുഗദർ. അപ്പൊ അവര് പറയുമ്പോൾ അതിന് വെയിറ്റ് കൂടുതലാണ്. എല്ലാം എന്നോട് ചെറുതിലെ പറയുന്ന പോലെ അല്ല, അതായത് കഴിഞ്ഞ പറ്റില്ല. അപ്പൊ ഈവൻ പക്ഷെ ആ സാധനം ഞാൻ ലൈക്ക് അമ്മയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഈ ക്യാരക്ടറില്ലേ, അമ്മ ക്യാരക്ടർ ആൻഡ് കുട്ടി, അവരുടെ ആ ഒരു ഓഡിഷനും അവർ തീരുമാനിക്കാനും പിന്നെ അവരുടെ ഒരു ജേർണി സിനിമയിൽ എങ്ങനെയായിരുന്നു? എനിക്ക് ഒരു മുൻപരിചയം ഇല്ലാത്ത, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. ലൈക്ക് നമ്മളവിടെ കൊച്ചിയിൽ ഓഡിഷൻ വെച്ചു. ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ ഐ നോ, ലൈക്ക് എവറി വൺ, ലൈക്ക് ആൻഡ് ഐ സാഡ്ലി ഹാഡ് ടു സേ നോ ടു ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ, ലൈക്ക് ലോട്ട് ഓഫ് ഗ്രേറ്റ് ആക്ടേഴ്സ് വാസ് വെൽ. ലൈക്ക് ഇതിൽ എന്ന് വെച്ചാൽ ഐ നീഡ് എ ന്യൂ ഫേസ് ബിക്കോസ് പ്രിഡിക്റ്റബിലിറ്റി പാടില്ല. ലൈക്ക് there are a lot of great actors, female actors in Kerala. Like we don't have to like look ഭയങ്കരമായിട്ട്. പക്ഷെ എനിക്ക് അവരാരും വേണ്ടെന്ന് തോന്നിയെന്ന് വെച്ചാൽ ബിക്കോസ് ഒരു പ്രൊഡിക്റ്റീവ്, കാരണം എല്ലാം ഈ ലോകമേ പുതിയതാണ്, ഈ ദ വേൾഡ് ഹാവ് ടൈം. സോ എല്ലാവരുടെയും ഒന്ന് അവരുടെ മോഡസ് ഓപ്പറാൻഡി എന്താണ്, ഹൗ ദേ ബിഹേവ്, ഹൗ ദേ വിൽ റിയാക്ട് ടു സർട്ടൺ സ്റ്റഫ്. വി നോ ലൈക്ക് കുറേ ആൾക്കാരുടെ മീറ്റർ നമുക്കറിയാം. സോ വി ഹാവ്
അപ്പോൾ അത് ഞാൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ഐ വെന്റ് ഫോർ എ ന്യൂ ഫേസ് ആൻഡ് എ ന്യൂ ഫേസ് ഷുഡ് ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് I'm not going for a pretty face, not going for a, I'm not saying Farsan is not pretty, like അങ്ങനെയല്ല, like not going for like അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. yeah, not going for ഒരു സ്പാർക്ക് വേണം, ഒരു സ്പാർക്ക് വേണം, കണ്ണ് വേണം, and it should have like an immense acting potential വേണം. And അങ്ങനെ നമ്മൾ നോക്കി കുറേ ഓഡിഷൻ ചെയ്ത് അങ്ങനെ കിട്ടിയാണല്ലോ ഫർസാന. ആൻഡ് ലൈക്ക് അപ്പം അവർ ഒരു വോൺ ഔട്ട് ഫേസ്, കാരണം കുറേ ജീവിതം കണ്ട ഒരു ഫേസും വേണം. അപ്പം അങ്ങനെ ലോട്ട് ഓഫ് തിങ്സ് ഫാക്ടേഴ്സ്. അപ്പം അങ്ങനെ സാധനം ഗണപതി ആയിരുന്നു എൻ്റെ കാസ്റ്റിംഗ്. സോ അതിങ്ങനെ കുറേ പേരും ലോട്ട് ഓഫ് വി ഗോട്ട് ഹെൽപ്പ് ഫ്രം അതർ പീപ്പിൾ ആസ് വെൽ. അപ്പം അങ്ങനെ ഫൈനലി വി ഫൗണ്ട് ഹർ ആൻഡ് ലൈക്ക് ഷീ കെയിം ടു കൊച്ചി ആൻഡ് ലൈക്ക് അങ്ങനെയാണ് ദ മദർ. മദർ ഇസ് ദ ജേർണി എങ്ങനെയായിരുന്നു അവർക്ക്? It was like it was a first feature length film. മലയാളത്തിൽ പറയാല്ലെങ്കിൽ എനിക്കിപ്പോ ചീത്ത പാടിയില്ല. ഫസ്റ്റ് ഫീച്ചർ ലെങ്ത് പടമാണ്. ആഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. I think she has done short films and music video ഒക്കെ ചെയ്തിട്ടുണ്ട്. So feature length role first ആയിരുന്നു. പക്ഷേ never felt like it. Like she was a natural and ഭയങ്കര great actor. And I think കുട്ടിയായിട്ടുള്ള കണക്ഷൻ എങ്ങനെയായിരുന്നു? കുട്ടിയായിട്ട് നമ്മൾ ആദ്യത്തെ 3 വർഷം അവര് പെട്ടെന്ന് കണക്റ്റഡ് ആയി. ഈ കുട്ടിക്ക് അങ്ങോട്ട് വേണമല്ലോ. അതെ അതെ ലൈക്ക് അവര് പിന്നെ അവസാനം നീയോ ഫർസാൻ ഒന്നും മിണ്ടായിരിക്കണം എന്ന് പറയുന്ന ലെവലിലേക്ക് വരെ എത്തിയാണ്. ലൈക്ക് ഒന്ന് വയടച്ചിരിക്കുക 5 മിനിറ്റ്, അല്ലെങ്കിൽ അവനെ അങ്ങോട്ട് ടീച്ചർ ഒന്ന് ശരിയാക്കുമെന്ന് ചോദിക്കുന്ന ആ ലെവലിലേക്ക് വരെ. ലൈക്ക് ആ പേരെന്താ അഭിജിത് കുമാർ, ക്യൂട്ടാണ് എന്നെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഒരു ഫേസ് ഡയറക്റ്റ് ചെയ്യുമ്പോഴേ ഏറ്റവും അധികം ഇമോഷൻസ്, ചിലപ്പോൾ ചില ആൾക്കാർ പറയും നമ്മൾ കൈ കൊണ്ടായിരിക്കും, ചിലപ്പോൾ കണ്ണുകൊണ്ടായിരിക്കും. താങ്കൾക്ക് എപ്പോഴും കയ്യിൽ പെടുന്ന ഒരു സാധനം എന്താ? ഒരു ആക്ടറെ താങ്കൾ ഡയറക്ട് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദാറ്റ് യു ഓൾവേസ് ഫേസ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ പകുതി രക്ഷപ്പെട്ടു. നമ്മൾ എന്ത് ആക്ടർ എന്ത് ഡെലിവറി ചെയ്യുമ്പോഴും അതൊരു അങ്ങനെ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. ഞാൻ ഫസ്റ്റ് സിനിമയിലൊക്കെ ഞാൻ ആദ്യമായിട്ട് ഒരു വലിയ ആക്ടറിന്റെ ക്യാമറ ഒക്കെ എന്ന് വെച്ചാൽ ജാനമൻ സമയത്ത്. അതുവരെ നമ്മൾ ബാലു ഗണുവിനൊക്കെ പെട്ടെന്ന് ലാലങ്ങൾ ഒരു ദിവസം ജോയിൻ ചെയ്യുന്നു. ലാലങ്ങൾ ഇപ്പോഴാണ് ഇതൊരു കാണുന്ന ഒരു സിനിമ പോലെ. ചില ആൾക്കാർ അല്ലെങ്കിൽ ലാലങ്ങൾ ഗുഡ് പ്രസൻസ്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, കുറെ ആക്ടേഴ്സ്. അവരെ വെക്കുമ്പോൾ പിന്നെ അവരെന്ത് പറഞ്ഞാൽ ഇറ്റ്സ് കൺവിൻസിങ്. ഒരു ഭൂമി പരന്നാണെന്ന് പറഞ്ഞാൽ വെരി കൺവിൻസിങ് ലൈക്ക് ഓൺ സ്ക്രീൻ. സോ അങ്ങനത്തെ ഒരു ക്വാളിറ്റി പയ്യനും ഏറ്റവും ജാനമൻ ശരിക്കും പറഞ്ഞാൽ കണ്ണടച്ച് പോയി പരീക്ഷ എഴുതിയ ഒരാളാണ്. മഞ്ഞുമൽ ബോയ്സ് നമുക്കറിയാം വലിയ എൻട്രൻസ് എക്സാം ആണ്, അത് പാസ്സായി. ഇതിലേക്ക് എത്തുമ്പോ എന്ത് തരം പരീക്ഷയായിരുന്നു അത്? ഇതൊരു എല്ലാ സിനിമയും പോലെ ഇതൊരു പരീക്ഷയാണ്. ബാക്കി പടങ്ങളും ഞാൻ എവരിത്തിങ് ഫസ്റ്റ് ഫിലിം. താങ്കളുടെ ഒരു ചിട്ടയുണ്ടോ അത് സുഷിനുള്ള ചോദ്യം. വെൻ യു സ്റ്റാർട്ട് ഇൻ ടു വർക്കിംഗ്, നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചില കാര്യങ്ങൾ അത്യാവശ്യം വേണം, എന്നൊരു ചിട്ട ഉണ്ടാവും, ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. ഡിസിപ്ലിൻ ബാക്കി അങ്ങനെയല്ലേ, ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴേ ഉള്ളൂ കൃത്യസമയത്ത് ഉറങ്ങാൻ സൈക്കിളെല്ലാം. ലൈക്ക് ആൻഡ് ഐ ട്രൈ ടു സ്ലീപ്പ് ഏർലി. ആൻഡ് ലൈക്ക് മഞ്ഞുമലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു ഏറ്റവും സങ്കടം വരെ. എല്ലാം ഓൾ ബോയ്സ് ഉണ്ട്, കൊടൈക്കനാൽ ഷൂട്ട്, ദേ ആർ ഓൾ ഹാവിങ് എ ഗ്രേറ്റ് ടൈം. ഞാനിങ്ങനെ ദൂരെ കരഞ്ഞോണ്ട് പോയി കിടന്ന് ഉറങ്ങും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിട്ട വന്നേ? അല്ലെങ്കിൽ ലൈക്ക് നമുക്കറിയാം രാത്രി ഉറങ്ങിയാലും ലൈക്ക് ഈവൻ ഇഫ് യു ലൈക്ക് ഹാവ് എ കപ്പിൾ ഓഫ് ഡ്രിങ്ക്സ് ബിഫോർ യു ഉറങ്ങുന്നതിന് മുമ്പ് രാവിലെ എന്തായാലും അത് അതിന്റെ വെയിറ്റ് എന്തായാലും തലക്കുണ്ടാവും. അതെ. എത്ര ദിവസം ഒരു ദിവസം എത്ര സ്റ്റെപ്പ് നടക്കും? ഞാനിപ്പോ ജിമ്മിന് പോകുന്നുണ്ട്. പ്രവാസിയല്ലേ? അല്ല ശരിക്കും എത്ര ജിമ്മും പിന്നെ അതുമാതിരി കാരണം ഞാൻ മെലിഞ്ഞു തോന്നുന്നു നമ്മൾ നടക്കാനായിട്ട് നടക്കണം. ഞാനിപ്പോ കുട്ട വിവേകൃഷ്ണ ആയാലും കൃഷ്ണൊക്കെ ആയാലും നമുക്കൊന്ന് സംബന്ധിച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്ന റൗണ്ടിൽ തന്നെ നടന്നുകൊണ്ടിരിക്കും. അത് നല്ല കാര്യമല്ലേ? വെറുതെ ഇങ്ങനെ കൊണ്ട് വീട്ടിൽ തന്നെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിന് 10,000 സ്റ്റെപ്പ് അവിടെ 7,000 എന്തായാലും ഒരു ദിവസം. ഞാൻ സുഷിനെ കണ്ടപ്പോ പറഞ്ഞത് കുറച്ച് നല്ലോണം മെലിഞ്ഞിരിക്കുന്നു. ഞാൻ മെലിഞ്ഞു, ഫുഡ് കുറവായിരുന്നു. പെട്രോട്ടിയപ്പം ഇത്തിരി സ്ട്രെസ്, പെട്രോട്ടിൽ ഭയങ്കര സ്ട്രെസ് ആയി തോന്നുന്നു. ബാലൻ ഞാൻ ചെയ്തത് അറിഞ്ഞ പോലല്ലേ, ഇങ്ങനെ ഭയങ്കര സ്മൂത്ത് ആയിട്ട്. അത് ഞാൻ ചോദിക്കട്ടെ, അത് ആ ഡിസിപ്ലിൻ എന്താ? താങ്കൾ പഴയ നടക്കും. എനിക്കറിയാം ഇദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ ഒരു വലിയ ഇതുണ്ടാവും, ഒരു വൈറ്റ് ബോർഡ്. അന്ന് വന്നപ്പോ അത് എന്തായിരുന്നു? ഏത് സിനിമയുടെ ആയിരുന്നു? അയ്യോ, ആവേശം. മെനു എഴുതി വെക്കുന്നില്ല. അതെ അതെ, ആവേശം. എന്റെ ചോദ്യം ഉത്തരം പറ. ചിട്ടയാണോ? ചിട്ട ചിട്ട അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം വീടും സ്റ്റുഡിയോ ഒക്കെ ഒരുമിച്ചായതുകൊണ്ട് ഇത്തിരി ചിട്ട കുറഞ്ഞുണ്ട്. കാരണം ആദ്യം സ്റ്റുഡിയോ പോയി വോക്കാണല്ലോ, പുറത്ത് പോയി വണ്ടിയൊക്കെ എടുത്ത്. ഇപ്പൊ നേരെ ബെഡ്റൂമിൽ ഇറങ്ങി നേരെ സ്റ്റുഡിയോയിലോട്ട് കയറുന്നോണ്ട് ഇപ്പം ഏത് ടൈമിലും കയറും, ഏത് ടൈമിലും ഞാൻ ഉറങ്ങും. പക്ഷെ മാക്സിമം പിടിക്കാൻ നോക്കുന്നുണ്ട്. ഈ ഒരു സിനിമ എന്ന് മറ്റേ സിനിമ ചെയ്യുന്ന സമയത്ത് ഐ മീൻ ബേസിക്കലി ആസ് എ ലേണിംഗ് എന്തായിരിക്കും താങ്കൾക്ക്? ഒരു പണ്ട് ചെയ്തൊരു തെറ്റ് ആവർത്തിക്കാതിരിക്കാനും. എന്നാൽ സുഷിന് അങ്ങനെ സാധനം തോന്നിയിട്ടുണ്ടോ? അടുത്ത സിനിമ രണ്ടാമത്തെ സിനിമ ഇതിൽ ഞാനൊരു ഇങ്ങനത്തെ ഒരു അബദ്ധം ചെയ്തു, ഇറ്റ്സ് നോട്ട് സ്ക്രിപ്റ്റ്, ആസ് എ പേഴ്സൺ
ഞാൻ കൂടുതൽ മ്യൂസിക് കൂടുതൽ ചെയ്തു പോകുന്ന ഒരു തെറ്റ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അതായത് അനാവശ്യമായിട്ട് മ്യൂസിക് എൻ്റെ അടുത്ത് പല ആൾക്കാരും ഇങ്ങനെ ഫീഡ്ബാക്ക് ആയിട്ട് വന്നിട്ടുണ്ട്, എന്തിനാണ് ഇത്രയും സ്കോർ ചെയ്തത്. ഇപ്പോൾ ഉള്ളൊഴുക്ക് കണ്ടപ്പം അവിടുന്ന് ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, ഒരു US ഒരു പുള്ളി പറഞ്ഞു എന്തിനാണ് ഇത്ര സ്കോർ ചെയ്തത്, അവിടെ ആ പടത്തിൽ ഓൾറെഡി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തിനാണ് ഇങ്ങനെ മ്യൂസിക് നടക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ശരിയാണല്ലോ, എന്തിനാണ് ഇത്ര ഭയങ്കര സജസ്റ്റീവ് ആവുന്നത് നമ്മള്. കാരണം അത് ഇവിടുത്തെ ഒരു കൾച്ചർ സാധനമായിട്ട് തോന്നും. മ്യൂസിക് കുറയുമ്പോൾ ആൾക്കാർക്ക് ഒരു എന്താ പറയുക, ഒരു ഇൻസെക്യൂരിറ്റി പോലെ, മ്യൂസിക് ഇല്ല. ഈ പടത്തിൽ ഞാൻ ആവശ്യത്തിന് മാത്രമേ മ്യൂസിക് ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പടം ഓൾറെഡി നന്നായിട്ട് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സ്കോർ വെച്ച് ഇങ്ങനെ സേവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടതായിട്ട് തോന്നുന്നു. കാണിച്ച വേർഷൻ ലൈക്ക് അണ്ടർ വർക്ക് ആയിരുന്നു, കുറച്ചും കൂടി മ്യൂസിക് കുറവാണ്. അപ്പൊ വിചാരിച്ചാൽ നമ്മൾ ഭയങ്കര ഇന്റലക്ച്വൽസ് അതൊരു ഓൾഡ് വേർഷൻ. അത് കുറെ യാത്രയ്ക്ക് ഒരു ഹിസ്റ്റേക്കുന്ന ബ്രേക്ക് എന്ന് പറഞ്ഞു. പേട്രിയറ്റിന് മുമ്പ് ഞാൻ ഇങ്ങനെ യാത്രകൾ കിട്ടിയ ഒരു അനുഭവങ്ങൾ, ഈ യാത്രയ്ക്ക് ഏതെങ്കിലൊരാളോ ഒരു മ്യൂസിക്കോ അല്ലെങ്കിൽ ഒരു വിഷ്വലോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഇൻസ്പയർ ചെയ്തോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. പല പുതിയ ആർട്ട് ഫോംസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചില ഡാൻസും, ഇപ്പൊ ബേർലിനിൽ പോയപ്പോ ഇങ്ങനെ കുറെ പുതിയ ടൈപ്പ് മ്യൂസിക് കേട്ട് ഇങ്ങനെ അവര് പെർഫോം ചെയ്യുന്നതും അതിന്റെ കൂടെ ഒരു പുതിയ സൂഫി പോലത്തെ ഒരു സാധനം, അത് വേറൊരു മിക്സ് ഒക്കെ ആയിട്ട് ഒരു പുതിയ സാധനം കണ്ട് അങ്ങനെ കുറച്ച് എക്സൈറ്റിംഗ് സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ നമ്മളിവിടെ ആക്ച്വലി ബിനാലേക്ക് കുറച്ച് ഫോറിനേഴ്സ് ഒക്കെ പെർഫോം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ മെയിൻ പരിപാടി അവിടെ പോയിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാരെ നോക്കിയിട്ട് അയാളെ നമ്പർ വിളിക്കുക. പിന്നെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ തപ്പാൻ പോകും ഇവര് കാസ്റ്റ് ചെയ്യുന്ന പോലെ. ഞാനും ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് നല്ല വയലിനിസ്റ്റ്, അപ്പൊ പുള്ളിക്ക് നമ്പറൊക്കെ കൊടുത്തു സ്റ്റുഡിയോയിൽ നാളെ വരും. അങ്ങനെ 2-3 പേരെ ഞാൻ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് കുറച്ച് ആൾക്കാർ റെക്കോർഡ് ചെയ്തു റാൻഡം ആയിട്ട്. അങ്ങനെ ഒരു അജണ്ടയൊന്നും ഇല്ല, ഈ പടം അല്ലെങ്കിൽ വേറെ പടം, അങ്ങനെ ഒരു മോഡില്. പക്ഷെ ഫുള്ള് യൂസ് ചെയ്ത് ആക്ച്വലി അവരെ യൂസ് ചെയ്ത സാധനം ആ ഒരു പടത്തിന്റെ ഒരു സ്വഭാവം അവർക്ക് ഈ പടം തന്നെയാണ് പറഞ്ഞത്, അവർക്ക് നെറേറ്റ് ചെയ്തതും ഈ ഒരു ഐഡിയ ആണ്. അപ്പൊ അവര് കുറച്ച് സാധനങ്ങളൊക്കെ പ്ലേ ചെയ്ത് നമ്മൾ ചില സീൻസിലൊക്കെ ഇട്ട് നോക്കി വർക്കായി. ദാറ്റ്സ് എ ഗുഡ് വൺ. അതുമാതിരി ഇദ്ദേഹം യാത്ര ഞാൻ എപ്പോഴും എന്നോ ഇവിടെ കെന്നിയിലോ സഫാരിക്ക് പോയത് കുറെ കാലം, അതിന് ശേഷം യാത്രയ്ക്ക് പോയിട്ടില്ലേ? ഇല്ല, അങ്ങനെ വലിയ യാത്ര ബാലൻ തുടങ്ങിയ ശേഷം ആ യാത്ര ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇപ്പൊ ഫ്രാൻസ് പോയത് ഐം ജസ്റ്റ് സെയിങ് വെദർ ഒരു സ്ഥലത്ത് പോകുമ്പോഴേ നിങ്ങൾ ഈ ആർട്ടിസ്റ്റ് ക്രിയേറ്റീവ് ആൾക്കാരെ സഡൻലി ഒരു വിഷ്വൽ നിങ്ങളുടെ മനസ്സിൽ പിടിച്ച് കയറ്റും. അങ്ങനത്തെ ഒരു വിഷ്വൽ ഉണ്ടാവും. ഐ റിയലി തോട്ട് യു വിൽ ഹാവ് സംതിങ്. എനിക്ക് കൂടുതൽ ആൾക്കാരാണ്, ചില ആൾക്കാരുടെ സംസാരം, പുതിയ കോൺവെർസേഷൻസ്, നമ്മള് ഇതുവരെ സംസാരിക്കാത്ത പുതിയ സാധനങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഒരു സാധനം, ആ ഒരു ഹൈ, അതൊക്കെയാണ് എന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. പിന്നെ സ്ഥലം ഉറപ്പായിട്ട് കാണുന്ന കാഴ്ചകൾ, ഇപ്രാവശ്യം തായ്ലൻഡിൽ നിന്ന് ഒരു കെയിം എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അത് ബാലന് വേണ്ടിട്ടൊരു. അടുത്ത പടം ഏതാ ഈ ബാലന് കഴിഞ്ഞ മനസ്സിലെടുത്തത്? മനസ്സിലെടുത്തൊന്നും തീരുമാനമായിട്ടില്ല. എത്ര സമയം പിടിക്കും ഒരു ബാലൻ മനസ്സിന്ന് പോകാൻ? എത്ര സമയം? എനിക്ക് മനസ്സ് ബാലനൊക്കെ കഴിഞ്ഞു. അടുത്ത പരിപാടി താങ്കൾക്കോ? എന്റെയും അടുത്ത പടം ഉണ്ട്. വൈറ്റ് ബോർഡ് ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ ഈ പ്രാവശ്യം വൈറ്റ് ബോർഡിൽ അധികം വൈറ്റ് ബോർഡിന്റെ ഫോട്ടോ എടുത്തു കുറച്ചധികം പരിപാടി കൊല്ലം തീർക്കാണ്. ആണോ? സമയത്തിന് തീർക്കോ? അത് മാത്രമേ ഞാൻ ചെയ്യൂ കറക്റ്റ് ആയിട്ട്. നല്ല കാര്യമല്ലേ ഡെഡ് ലൈൻ? അതുകൊണ്ട് എനിക്ക് എപ്പോഴും ജോലി കിട്ടുന്നത് കറക്റ്റ് സമയത്ത് സാധനം ഡെലിവറി ചെയ്യും. സുഷിൻ ശ്യാമാണ് ഈ പറയുന്നത്. ബിക്കോസ് നിങ്ങളൊക്കെ ഉണ്ടല്ലോ, പല ആൾക്കാരും നിങ്ങൾ അടുത്ത് വന്നിട്ട് ഓ മൈ ഗോഡ് സുഷിൻ ശ്യാം, ഓ മൈ ഗോഡ് ചിദംബരം, അങ്ങനെയുള്ള ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കിത് വളരെയധികം എന്താ പറയുക, ഈ ഒരു ഫാൻ മൊമെൻ്റ് ആണ് അവർക്ക്. ഹൗ ഡു യു ഹാൻഡിൽ ദിസ് ഡെയിലി ഇത് കേൾക്കുമ്പോൾ? സുഷിൻ പിന്നീട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തന്ന റെക്കഗ്നേഷൻ കിട്ടുന്നതിന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷെ ഞാൻ അവർക്ക് കാരണം സംതിങ് മാറ്റേഴ്സ് ടു ദം എന്നുള്ളൊരു ഫാക്ട് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അതിലൊരു ചെറിയ സന്തോഷമുണ്ട്. കാരണം അവർ എന്തോ ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവർക്ക് എന്തോ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടല്ലോ, ഹാപ്പിനെസ് എന്തോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഞാനൊരു അവരുടെ ഒരു പാർട്ടാവുന്നതിൽ ഒരു സന്തോഷമുണ്ട്. ഇടയ്ക്കൊരു ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പിന്നെ ഇത് മനസ്സിലാക്കിയപ്പോ എനിക്ക് ഇതാണ് ആക്ച്വലി ഇതിന്റെ സംഭവം മനസ്സിലായി. ശരിക്കും ഇഷ്ടമായി. ഐ ലവ്. ഞാൻ പറഞ്ഞു ചാക്കോച്ചൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമയിൽ. നിങ്ങൾ എന്താ വരവ്, എന്തായിരുന്നു എൻട്രി, ഓട നീളം. ഞാൻ വിചാരിച്ചത് ക്യാമിയോ നല്ല തോക്കല്ലേ പോയിക്കണേ.
ഫൈനൽ ലക്ഷ്യം എന്റെ സീൻ ഇവനെ കൊണ്ട് സ്കോർ ചെയ്യിപ്പിക്കാൻ അഴിച്ചുവിടുക. ഈ സിനിമയിൽ അഭിനയിച്ചപ്പോ എങ്ങനെയായിരുന്നു ഇത്? കുറച്ച് വലിയ പണിയായിരുന്നു. മുൾക്കിരീടം തോന്നിയത് കിരീടമാണ്. ഞാൻ മറ്റേ കർമ്മയും കിട്ടിയ ഡയറക്ടറായിട്ട് ചെയ്തതിന്റെ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഫൈറ്റ് ചെയ്യുന്ന വളരെ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്, ചാക്കോച്ചൻ. ഞാനിങ്ങനെ കിതച്ചൊക്കെ നിൽക്കുമ്പോ പുള്ളിക്കാരൻ സ്ട്രെച്ച് ഒക്കെ ചെയ്ത് റെഡി അല്ലേ നോക്കി അടുത്ത ഷോട്ട്. ഞാൻ എന്റെ അപ്പോ അങ്ങനെ ഫൈറ്റൊക്കെ ഭയങ്കര ടഫായിരുന്നു. സോ നിങ്ങളുടെ ഈ ഒരു കൊല്ലം തന്നെ ഇൻട്രസ്റ്റിംഗ് ജേർണി ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇനി അടുത്തതും ഒന്നും ആലോചനയിലില്ല? ഉണ്ട്, പക്ഷെ പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ അടുത്തത് ജിത്തുവിന്റെ സൂര്യപടം. ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടോ? യു ഹാഡ് എനിക്ക് ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഇപ്പൊ പുതിയൊരു ലൈഫിലില്ല. റെഡി ആയിട്ടില്ല. എന്താ റെഡി ആവാത്തെ? അത് ഭയങ്കര ഇമോഷണൽ, ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് ഡീൽ ചെയ്യാൻ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പെറ്റ്സ് എടുക്കാൻ ആദ്യം ഉണ്ടായ ബുദ്ധിമുട്ട്. അതായത് ഇത് എന്തെങ്കിലും മരിച്ചു വേണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു, ഭയങ്കര ഹാർഡാണ്. എന്തായാലും ബാലൻ എന്നുള്ള സിനിമ എന്നെ കാണിച്ചിട്ടായിരുന്നെങ്കിൽ ഞാൻ ഒന്നും കൂടി 10 ചോദ്യം കൂടുതൽ ചോദിച്ചേനെ. പക്ഷേ നിങ്ങൾ രണ്ടുപേരും സമയം താങ്ക് യു തിരിച്ചു വരുന്നത്. അതെ, ഇനി അടുത്ത ഫെസ്റ്റിവൽ കൊണ്ടോണേ. രണ്ടുപേരും ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ നിന്ന് ഫോട്ടോ എനിക്ക് അയച്ചു തരാം. ഞാൻ അബുദാബി വരെ പോയത് ഇവന് 2 അവാർഡ് കൊടുക്കാൻ. ഇത് ഞാൻ കൊച്ചി ഒരുപാട് നിങ്ങൾ ആ കാലത്ത് മഞ്ഞുമൽ ബോയ്സിന് എത്ര പോടെ നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടാകും. ഫ്രണ്ടൊക്കെ വിളിച്ചു പറയണം നിർത്തണേ മഞ്ഞുമല്ല എനിക്കാണ് ഏറ്റവും അവാർഡ് കുറവ് കിട്ടിയത്. അതെ, പക്ഷെ അത് മറ്റത് കിട്ടിയില്ലല്ലോ. അപ്പൊ ശരിയല്ലേ? അപ്പൊ ഇനി ബാലൻ, ഐ എം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്.